സംസ്ഥാനത്ത് മിന്നൽ ഹർത്താൽ നടത്തി പൊതുമുതൽ നശിപ്പിച്ച് നാശനഷ്ടമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ജപ്തി നടപടിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരല്ലാത്തവരുടെ പിടിച്ചെടുത്ത സ്വത്തുക്കൾ വിട്ടു നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹർത്താലിൽ പൊതുമുതൽ നശിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തവരുടെ സ്വത്തുക്കൾ കോടതി നിർദ്ദേശപ്രകാരം കണ്ടുകെട്ടിയത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്ത 25 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന പരാതി ഉയരുകയും ചെയ്തിരുന്നു. ഈ സ്വത്തുക്കൾ വിട്ടു നൽകിയതായാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് പിഴവ് പറ്റി ഉൾപ്പെടുത്തിയവരുടെ വിവരങ്ങൾ സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഹർജിക്കാരായ കാടാമ്പുഴ സ്വദേശി TP യൂസഫിൻ്റേതുൾപ്പെടെ 18 പേർക്കെതിരെയുള്ള ജപ്തി നടപടികൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ നടപടിയും. സംസ്ഥാന പോലീസ് മേധാവിയുടെ, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്ലെയിംസ് കമ്മീഷണറെയാണ് ഹർത്താലിൻ്റെ പൊതുമുതൽ നഷ്ടം കണക്കാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതിനുവേണ്ടി ക്ലെയിംസ് കമ്മീഷണർക്ക് ഓഫീസ് തുറക്കുന്നതിന് 6 ലക്ഷം രൂപയും സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതേസമയം സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട പിഴവ് സംഭവിച്ചെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. തിരക്കിട്ട് നടപടി പൂർത്തിയാക്കിയപ്പോൾ PFIയുമായി ബന്ധമില്ലാത്തവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് സർക്കാർ അറിയിച്ചത്. പേരിലെ സാമ്യമാണ് പിഴവ് പറ്റാൻ കാരണമെന്നായിരുന്നു വിശദീകരണം. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരുത്തൽ നടപടി ആരംഭിച്ചെന്നും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഹർത്താലിൽ 5.2 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സർക്കാർ കണക്ക്. ഇത് PFI നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് നേതാക്കളുടെ ആസ്തികൾ ജപ്തി ചെയ്ത് തുക കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാർ വിമുഖത കാണിച്ചെങ്കിലും കോടതി കർശനമായി തന്നെ ഇതിൽ ഇടപെട്ടു. സ്വത്തുവകകൾ ജപ്തി ചെയ്ത ആളുടെ PFI ബന്ധം തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2022 സെപ്റ്റംബർ 23-നാണ് സംസ്ഥാനത്ത് മിന്നൽ ഹർത്താൽ നടത്തിയത്.